പുതുതലമുറയിലെ ജനിച്ചു വീഴുന്ന ഈ പുതിയ കുട്ടികളിൽ 17% ഹാൻഡിക്യാപ്ഡാണ്. ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് 3 ബ്ലോക്ക് ഉണ്ട്, 5 ബ്ലോക്ക് ഉണ്ട്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. നിങ്ങൾ പോയിട്ട് വരെ ഉടനെ സർജറി നടത്തണം എന്ന് പറഞ്ഞാൽ അവൻ 15 ദിവസം 1 മാസം കഴിഞ്ഞാൽ വരണത് തന്നെ. പക്ഷെ പിന്നെ ചെയ്തിട്ട് എന്താ ഒരു കാര്യമില്ല. മെഡിക്കൽ ഷോപ്പിൽ നിന്നുകൊണ്ട് ആര് പോയിട്ടും എന്ത് മരുന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കായി. നമ്മുടെ രാജ്യത്ത് മരുന്നുകളുടെ ഇഫക്റ്റിനെ കുറിച്ചും മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റിനെ കുറിച്ചും പൊതുജനം ബോധവാനല്ല. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിരോധിക്കപ്പെട്ടതായ മരുന്നുകൾ മൂലോ നിരോധിക്കപ്പെട്ടതായ കാരണങ്ങൾ മൂലോ നിരോധനാവസ്ഥയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് മുക്തി നേടാൻ പറ്റാത്തത്. ഇതൊന്നും പറയാൻ സമ്മതിക്കില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഈ ലിമിറ്റേഷൻ ഉള്ളതായ കാരണം കൊണ്ടാണ് ഞങ്ങൾ സ്വകാര്യമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയത്. മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുക പണ്ട് കാലം തൊട്ട് കേൾക്കുന്നതാണ്. പക്ഷെ എന്താണ് മനസ്സ്, എന്താണ് മനസ്സമാധാനം, എങ്ങനെ മനസ്സമാധാനത്തോടു കൂടി സന്തോഷമായിട്ട് ആരോഗ്യമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെയൊക്കെ ഉത്തരങ്ങളുമായിട്ട് ഇന്ന് ആരോഗ്യത്തിൽ സഞ്ജീവനിയിലെ സിഇഒയും അതിൻ്റെ ഫൗണ്ടറും എല്ലാമായ രഘുനാഥ് ഡോക്ടറും അതുപോലെ തന്നെ അവിടെ തന്നെ ഫിസിഷ്യനായിട്ടുള്ള അപർണ ഡോക്ടറും വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ രഘുനാഥ് ഡോക്ടറോട് ചോദിച്ചു തുടങ്ങുകയാണ്. ഡോക്ടർ, സഞ്ജീവനി ലൈഫ് എന്ന് പറയുന്ന ഡോക്ടറുടെ സ്ഥാപനം അവിടെ വെൽനെസ്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ വെൽനെസ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച്? നമ്മൾ സാധാരണഗതിയിൽ സമൂഹത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കാണുന്നതുമായ പ്രധാനമാണ് ആശുപത്രി എന്ന് പറയുന്നത്. ആശുപത്രിയിൽ നമുക്ക് ലഭ്യമാകുന്നത് അവിടെ ഒരു രോഗിയെ ചികിത്സിച്ച് രോഗം മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വെൽനസ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിൻ്റെ കണ്ടുപിടുത്തത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു മനുഷ്യൻ്റെ പ്രവർത്തനം പരമാവധി സജ്ജമാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രവർത്തന സജ്ജമായ ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത തുലവും കുറവായിരിക്കും. മറിച്ച് ആശുപത്രികളിലാകുമ്പോൾ നമ്മൾ മരുന്നുകൾ മൂലമുള്ള സൈഡ് എഫക്റ്റ് മൂലം ഒരു രോഗം മാറി മറ്റൊരു രോഗത്തിലേക്ക് മാറുന്ന ഒരു സമൂഹമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ജനതയെ നമ്മൾ കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ വെൽനസ് സെൻ്ററുകളുടെ ഒരു അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് നാം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കൂടുതലായിട്ട് തിരിച്ചറിഞ്ഞതുപോലും കൊറോണ എന്ന് പറഞ്ഞ മഹാമാരി നമ്മുടെ സമൂഹത്തിൽ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആരോഗ്യമുള്ള വ്യക്തികൾ തുലം വളരെ കുറവാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇനിയുള്ള കാലം കൊറോണയേക്കാൾ മാരകമായ രോഗങ്ങൾ ഇനിയും വരും. അപ്പോൾ നമ്മളുടെ ആരോഗ്യത്തിലെ അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കി എടുക്കുക എന്നുള്ളതായ ഒരു പ്രധാന ലക്ഷ്യമാണ് സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജ് എന്ന ഞങ്ങളുടെ സ്ഥാപനം ലക്ഷ്യമിടുന്നത്. ഡോക്ടർ ഇപ്പം പറഞ്ഞതിൽ നിന്ന് 2 കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, പ്രിവെൻഷനാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത് പ്രിവെൻഷനാണെന്നുള്ളത്. 2, മരുന്നുകൾ കഴിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ സൈഡ് ഇഫക്ട്സിനെ കുറിച്ചും. ആദ്യം തന്നെ ഞാൻ പ്രിവെൻഷനെ കുറിച്ച് ചോദിക്കാം. ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്കുള്ള പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, ഏറ്റവും നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് ഈസിലി ആക്സസിബിൾ ആയിട്ട് കിട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലേക്ക് എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെയാണെങ്കിൽ നമുക്ക് കൂടുതലും വേണ്ടത് വെൽനസ് സെൻറ്റേഴ്സാണ് പ്രിവെൻഷന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അപ്രോച്ച് ഇവിടെ കാണാത്തത്, അല്ലെങ്കിൽ കാണുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ചോദിച്ചതായ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി സംവിധാനങ്ങൾ ഭാരതത്തിലാണെന്നും ഈ ഭാരതത്തിലേക്കാണ് ജനങ്ങൾ പ്രവഹിക്കുന്നതും എന്ന് പറഞ്ഞതിനെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഇന്ത്യയിലോട്ട് വരുന്നതായ രോഗികളായ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ഇന്ത്യയിലോട്ട് രോഗികൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ തന്നെ അവരെല്ലാം ഇൻഷുർഡ് ആണ്. എന്നാൽ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ ഗൾഫിലുള്ളതായ വിദ്യാഭ്യാസക്കുറവുള്ളതായ ആളുകളോ അവർക്ക് ഈ പണം ചെലവാക്കുന്നതിൻ്റെതായ കൂടുതൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ പോയി ചികിത്സയേക്കാൾ ഭേദമല്ലേ അതേ ഫെസിലിറ്റിയുള്ള ഇന്ത്യയിൽ വന്നാൽ കൊള്ളാവുന്നത് എന്നുള്ളതല്ലാതെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയോ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ ലോകത്തിൽ ഒരു രാജ്യത്തുള്ളവരും ഇന്ത്യ ഒരു കേന്ദ്രമായി, അതിൻ്റെ ഒരു ലക്ഷ്യകേന്ദ്രമായി കണക്കാക്കിയതായിട്ട് എൻ്റെ കണക്കൂട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ പല കാര്യത്തിലുള്ളതായ ആയുർവേദ സംബന്ധമായ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ട്രഡീഷണൽ സിസ്റ്റമൊക്കെ കണക്കാക്കി വരുന്ന ആൾക്കാരുണ്ട്. ലോകത്തിൽ 1% ആൾക്കാരെ സംബന്ധിച്ചോളം എന്തും ചെയ്യും, എവിടെയും ചെയ്യും, എങ്ങനെയും ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെവിടെയും ചെല്ലും. അവർ ഇന്ന് ഇന്ത്യയിൽ വന്നാൽ നാളെ തായ്ലൻഡിൽ പോയിന്ന് വരാം, മറ്റന്നാൾ ശ്രീലങ്കയിൽ പോയിന്ന് വരാം, ചിലപ്പോൾ അതിൻ്റെ ഓസ്ട്രേലിയ പോയിന്ന് വരാം, അങ്ങനെ പല സ്ഥലത്തും പോയിന്ന് വരാം. ഇതൊന്നും ശാശ്വത പരിഹാരമല്ല ആരോഗ്യ പരിപാലനത്തിന്. ആരോഗ്യ പരിപാലനം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്നുകളുടെ അമിതമായ ഉപയോഗം വളരെയധികം കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ ശരീരത്തിലെ അവയവങ്ങളെ പ്രവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്.
ഡോക്ടർ, ഈ മരുന്നുകളുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ടോൺസിലൈറ്റിസ് വന്നു, കടുത്തുപോയി. അപ്പോൾ എനിക്ക് വെള്ളം ഇറങ്ങുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് റിലീഫ് വേണം. ഞാൻ ഡോക്ടറെ കണ്ടു, ആൻറ്റിബയോട്ടിക് കഴിച്ചു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകൾ കഴിക്കുന്നു, സർജറീസിന് പോകുന്നു. അപ്പോൾ ഇതിനെ എനിക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു ആപത്താണ് ഈ ഡ്രഗുകളുടെ പിന്നാലെ ഒരു സമൂഹം പോകുന്നത്. പുതിയ തലമുറ പ്രത്യേകിച്ച് ഡ്രഗ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു കോമൺ ഫിനോമിനനായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇവർ ഡ്രഗിൻ്റെ പിന്നാലെ പോകുന്നത്? അവർക്ക് ആരോഗ്യത്തിൻ്റെ കംഫർട്ട് ലെവൽ വളരെ കുറവായതുകൊണ്ടാണ്. സുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രഗ് ഉപയോഗിക്കുന്നത്, വേറൊരു കാര്യത്തിന് വേണ്ടി ഡ്രഗ് ഉപയോഗിക്കില്ല. അപ്പോൾ സുഖമില്ലാത്തൊരവസ്ഥ, ചില ആൾക്കാർ ഡ്രഗ് ഉപയോഗിച്ച് അവർ സുഖം കണ്ടെത്തുന്നു, മറ്റൊരാൾക്കാർ ആശുപത്രിയിൽ പോയി എന്താണെന്ന് മനസ്സിലാവാതെ ആശുപത്രിയിൽ പോയി മരുന്നുകൾ ഉപയോഗിച്ച് താൽക്കാലിക സുഖം കണ്ടെത്തുന്നു. പക്ഷെ ഒരു വെൽനസ് ക്ലിനിക്കിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. വെൽനസ് ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമൻ ബോഡി പ്രവർത്തിക്കുന്നത് 79 ഓർഗൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. 79 ഓർഗൻസും കൃത്യമായി പ്രവർത്തിപ്പിച്ചാൽ യാതൊരു തരത്തിലുള്ള സുഖക്കുറവും അവൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. യാതൊരു തരത്തിലുള്ളതായ ബാക്ടീരിയാസും രോഗാണുക്കളും അവൻ്റെ ശരീരത്തിലേക്ക് കടക്കുകയില്ല. കാരണം നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ടൊരു പ്രിവെൻറ്റീവ് കപ്പാസിറ്റി ഉണ്ട്. ഈ പ്രിവെൻറ്റീവ് കപ്പാസിറ്റി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് കണ്ടുപിടിച്ച് രോഗാവസ്ഥയിൽ നിന്നും അവനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മരുന്നുകൾ കൊടുത്ത് ചികിത്സ നടത്തുന്ന ഒരു ഹോസ്പിറ്റലല്ല അവിടെ. എന്തെന്നാൽ ആശുപത്രികൾ മരുന്നുകൾ കൊടുക്കുന്നത് രോഗം ചികിത്സിക്കാനാണ്. ഞങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ ആളുകളും ഒരേ രീതിയിൽ തന്നെ ഞങ്ങൾ കാണുന്നത്. അവരുടെ പ്രവർത്തിക്കാത്ത അവയവങ്ങൾ ഏതൊക്കെയാണോ അതിനെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഉപകരണങ്ങളാണോ വേണ്ടത്, ആ ഉപകരണങ്ങളുടെ സഹായത്തോടെ മരുന്നുകൾ ഉപയോഗിക്കാതെ ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ പ്രവർത്തിപ്പിച്ചെടുക്കാൻ പറ്റും, അവൻ്റെ പെർഫോമൻസ് ലെവൽ മാക്സിമത്തിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും. അങ്ങനെ എത്തിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ ഡ്രഗിൻ്റെ പിന്നാലെ പോവില്ല, അവൾ ഡ്രഗിൻ്റെ പിന്നാലെ പോവില്ല, അവർക്കൊരു PCOD പ്രോബ്ലം ഉണ്ടാവില്ല, അവർക്കൊരു തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല, കിഡ്നി പ്രോബ്ലം ഉണ്ടാവില്ല. ഈ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ലൊരു ശതമാനം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, മോശമായി അഭിനയിപ്പിച്ചുകൊണ്ട്, മോശമായി കൊണ്ടു നടന്നുകൊണ്ട് നമ്മൾക്ക് ഒരു രോഗം വരുത്തിയെടുക്കണേക്കാൾ വളരെ ഭേദമാണ് രോഗം വരാത്ത രീതിയിൽ ഈ അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, ഇപ്പം അവയവങ്ങളുടെ പ്രവർത്തനം 79 അവയവങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ജനിച്ചു കഴിഞ്ഞ് ഒരു കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് ഈ 79 പ്രവർത്തിക്കത്തില്ലേ? 79 പ്രവർത്തിപ്പിക്കണം. കുഞ്ഞായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതും വലുതാകുമ്പോൾ പ്രവർത്തിക്കുന്നതുമായിട്ട് ഹോഴ്സ് പവറിന് വ്യത്യാസം എന്തായാലും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിൽ 16 വൈറ്റമിനും 9 മിനറൽസും കൃത്യമായ തോതിൽ നമ്മുടെ ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു രോഗവും നമ്മളെ ബാധിക്കില്ല. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഈ വൈറ്റമിൻസിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ പ്രവർത്തനം ആ അവയവങ്ങൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പാവയ്ക്ക കഴിക്കുമ്പോൾ ക്രോമിയം ഉണ്ടെന്ന് കണക്കായി കഴിക്കുന്നു. പക്ഷേ ക്രോമിയം അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ മെറ്റബോളിക് റേറ്റ് മോശമാണെന്നുണ്ടെങ്കിൽ ക്രോമിയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. മരുന്ന് കഴിക്കുമ്പോൾ എന്താണ്, മരുന്നിൻ്റെ ഉള്ളിൽ ഒരു ഡ്രഗുണ്ട്. ആ ഡ്രഗ് മരുന്ന് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കും. അപ്പോൾ അബ്സോർബ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് പറ്റും, അത് ഓവർലോഡ് ആവും. കാലക്രമേണ ആ അവയവം പ്രവർത്തനരഹിതമാകും. അതാണ് മരുന്നുകൾ കൊണ്ടുണ്ടാവുന്നത്. അപ്പം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിൽ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുവേണ്ടി എക്യുപ്മെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PCOD എന്ന് പറഞ്ഞു, ഒരു വലിയ വിഭാഗം യുവതലമുറ പറയുന്ന, പ്രഗ്നൻസി അതിന് മുന്നേ ഒക്കെ ആയിട്ട് പറയുന്നതാണ്, എനിക്ക് PCOD ഉണ്ട്, എനിക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പല കാര്യങ്ങൾ. PCOD പോലെയുള്ള രോഗങ്ങൾക്ക് ഇങ്ങനെ ഡോക്ടർ പറയുന്ന എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നാണോ? കാരണം അല്ലാതെ ഞാൻ ഹോർമോണൽ ചികിത്സകളാണ് കേട്ടേക്കുന്നത്. അത് ഞങ്ങളുടെ ചികിത്സാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യം പറഞ്ഞാൽ ഡോക്ടർ അപർണ അതിന് സ്യൂട്ടബിൾ ആയിട്ട് ആളാണ്. സോ ഡോക്ടർ അപർണ ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ്. PCOD പോലത്തെ കാര്യങ്ങൾക്ക് ഇന്ന് പല കുട്ടികളിലും PCOD കണ്ടുവരുന്ന മേജർ റീസൺ നമ്മുടെ ഫുഡ് സ്റ്റൈലിലുണ്ടാകുന്ന ഒരു ഫുഡ് ഹാബിറ്റാണ് മെയിൻ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കൂടുതലായിട്ട് ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചിക്കൻ എല്ലാം ഈസ്ട്രജൻ ഇൻജെക്ട് ചെയ്തിട്ട് വരുന്നതാണ്. ഇത് നമ്മുടെ ബോഡിയിലെ ഇത് കുട്ടികൾ ഒരുപാട് എടുക്കുമ്പോൾ ഒബീസിറ്റി, ഇപ്പം കുട്ടികൾക്ക് പഴയതുപോലുള്ള ആക്ടിവിറ്റീസ് വളരെ കുറവാണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുമ്പോഴത്തേക്കും അവരുടെ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് PCOD
പോലുള്ള പ്രോബ്ലംസിലേക്ക് നയിക്കുന്നത്. അതിന് പ്രധാനമായും ഞങ്ങൾ സഞ്ജീവനിയിൽ വെൽനെസ്സിൻ്റെ ആസ്പെക്റ്റിൽ ചെയ്തു വരുന്നത് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് പോലുള്ള ട്രെയിനിങ് കൊടുക്കുകയും അവരുടെ ബോഡി വെയ്റ്റ് ആഫ്റ്റർ ഒരു BCA കൺസൾട്ടേഷന് ശേഷം ഞങ്ങൾ അവരുടെ ബോഡി വെയ്റ്റ്, ഇപ്പോൾ കറണ്ട് ബോഡി വെയ്റ്റ് എത്രയാണ്, അവരുടെ ബോഡി ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു പ്രോട്ടോക്കോൾ തയ്യാറാക്കുകയും അതിൻ്റെ ബേസിസിൽ നമ്മളൊരു വെൽനെസ് പ്രോട്ടോക്കോൾ തയ്യാറാക്കി അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ PCOD പെൺകുട്ടികളിൽ നമ്മളത് കാണുന്നതുണ്ട്. അപ്പം ഈ ചിക്കൻ പോലെയുള്ള ഒരുപാട് ഹോർമോണൽ അങ്ങനത്തെ ചിക്കനൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അപ്പം ഈ ഒരു പ്രായത്തിലെ ആൺകുട്ടികളിൽ ഇത്തരം ഫുഡുകൾ എടുക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ആൺകുട്ടികൾ പുതിയ തലമുറയിൽപ്പെട്ടതായ 15 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ആൺകുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് സെക്ഷൽ ഇമ്പോർട്ടൻസി. സെക്ഷൽ ഇമ്പോർട്ടൻസിയുടെ കാരണം കൊണ്ടാണ് നല്ലൊരു ശതമാനം ആളുകൾ ഈ ഡ്രഗിൻ്റെ പിന്നാലെ പോകുന്നതും. ഈ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രഗിൻ്റെ പിന്നാലെ പോകുമ്പോൾ അതിൻ്റെ ആയുസ് നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്താഗതി അവർക്കില്ല. കാരണം സുഖത്തിനാണ് എന്നും പ്രാധാന്യമുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ സഞ്ജീവനി ലൈഫ് കെയറിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടേതായ പൂർണ്ണമായ രീതിയിലേക്ക് അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ തരം എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ച് വിവിധ തരം തെറാപ്പികൾ കൊടുക്കുകയാണ്. ആ തെറാപ്പികളിൽ നമ്മൾ ഒരു ദിവസത്തിൽ ഏകദേശം 6 മുതൽ 7 മണിക്കൂർ വരെ തെറാപ്പികളായിരിക്കും. അത്രയും തന്നെ സമയം റെസ്റ്റ് ആയിരിക്കും. 10 hours സ്ലീപ്പിങ്ങിനാണ് ഉള്ളത്. അപ്പോൾ ഒരു ദിവസത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കറക്റ്റായ രീതിയിൽ അവരെ തരംതിരിച്ച് ഓരോന്നായിട്ട് അവർക്ക് സുഖപ്പെടുത്തിയെടുക്കാനും അത് ബിഫോർ ആഫ്റ്റർ എന്നുള്ള സ്റ്റേജിൽ റെക്കോർഡിക്കലി പ്രൂവ് ചെയ്ത് കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്നതായ ഉപകരണങ്ങൾ നല്ലൊരു ശതമാനം സ്പോർട്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കൊറോണ സമയത്ത് ലോകത്തിലുള്ളതായ സ്പോർട്സ് ഫ്രട്ടേണിറ്റിയിലുള്ളതായ 2% ആൾക്കാരെയാണ് കൊറോണ ബാധിച്ചുള്ളൂ. എന്താന്നാൽ അവർ ആരോഗ്യവാന്മാരായിരുന്നു. മറിച്ച് ഡെയിലി 5 കിലോമീറ്റർ നടക്കുന്നവനും യോഗ ചെയ്യുന്നവനും എന്ത് തരത്തിലുള്ളതായ നിത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊറോണ ബാധിച്ചു. കൊറോണയ്ക്ക് അതൊന്നും കാരണമായിരുന്നില്ല. കൊറോണ ബാധിച്ചത് ആരോഗ്യമില്ലാത്ത ജനതകളുടെ അടുത്തേക്കാണ് പോയത്. എവിടെയാണോ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളത് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആൾക്കാരെ മുഴുവനും കൊറോണ കയറി പിടിച്ചു. ഇമ്മ്യൂണിറ്റി പവർ നമ്മൾ കൂടണമെന്നുണ്ടെങ്കിൽ, ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പ്രത്യേകമായിട്ട് പ്രവർത്തന സജ്ജമാക്കണം. എല്ലാ മനുഷ്യനും എല്ലാ തരത്തിലുള്ള സേവിങ്സും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 1/2 മണിക്കൂർ ആരോഗ്യത്തിന് വേണ്ടി സേവ് ചെയ്ത് വയ്ക്കണം. ആരോഗ്യത്തിന് വേണ്ടി സേവ് ചെയ്ത് വയ്ക്കുമ്പോൾ 2 വർഷം കൂടുമ്പോൾ അവന് 15 ദിവസം കിട്ടും. ഈ 15 ദിവസം അവൻ്റെ ആരോഗ്യം അവൻ 2 കൊല്ലത്തിലൊരിക്കൽ സംരക്ഷിക്കണം. 2 കൊല്ലത്തിലൊരിക്കൽ അവൻ 15 ദിവസം അവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചിലവാക്കിയില്ലെങ്കിൽ അവൻ 10-50 വയസ്സ് കഴിഞ്ഞതിന് മുൻപ് തന്നെ മാരകമായ രോഗങ്ങൾക്ക് അടിമയാവുന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാത്തരം സേവ് ചെയ്ത് പലതരത്തിലും സേവിങ്സ് നമുക്കുണ്ട്. ആരോഗ്യത്തിന് വേണ്ടി നമ്മളൊന്നും സേവ് ചെയ്യുന്നില്ല. രോഗം വരുമ്പോൾ ആശുപത്രിയിലേക്ക് ഓടുക എന്നതല്ലാതെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. ഇപ്പോൾ ഡോക്ടർ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആരോഗ്യം എന്ന് പറയുമ്പോൾ വെൽനെസ് എന്ന് പറയുമ്പോൾ ശരീരം മാത്രമല്ല, മനസ്സിൽ നിന്നാണ് ശരീരത്തിൻ്റെ ആ ശക്തിയും ബലവും അതുപോലെ സന്തോഷവും വരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ മനസ്സിൻ്റെ വെൽനെസ്, ഇപ്പം ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മനസ്സെന്ന് പറയുന്നൊരു സംഭവം ഇല്ല എന്ന്. മനസ്സെന്ന് സംഭവം ഇല്ല എന്നല്ല, മനസ്സ് എന്ന് പറഞ്ഞ ഒരു അവയവം നമുക്കില്ല. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ദ അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഔട്ട്പുട്ടിനെയാണ് മൈൻഡ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മൈൻഡ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു അവയവമല്ല മൈൻഡ് എന്നുള്ളത്. മൈൻഡിൽ അടങ്ങിയിട്ടുള്ളതായ പല അവയവങ്ങളുണ്ട്. നമ്മുടെ തലയിലുള്ളതായ പല അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് മൈൻഡ് എന്നുള്ളത് പറയണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ മൈൻഡ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കാണാൻ പറ്റാത്തത് ഒന്നാണെന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലത്തെ ഡോക്ടർ ചികിത്സിക്കുന്നത് മൈൻഡിനെയാണ്. മെൻ്റൽ ഹോസ്പിറ്റലത്തെ ഡോക്ടർ കൊടുക്കുന്ന മരുന്നും മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ മൈൻഡ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൻ്റെ ഓറയോ അല്ലെങ്കിൽ മറ്റേ ചിന്തിക്കാൻ പറ്റാത്തതോ കാണാത്തതോ ആയ സാധനമല്ല. മൈൻഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടൊരു ഓർഗൻ നമ്മുടെ ശരീരത്തിൽ ഇല്ല. മൈൻഡ് എന്ന് പറഞ്ഞ ഓർഗൻ ശരീരത്തിലെ അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെൻ്റൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് അവൻ്റെ അവയവങ്ങളെയാണ്. അതുകൊണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് മൈൻഡ് എവിടെയാണെന്ന് വെച്ചാൽ മൈൻഡിന് പറയാൻ പറ്റില്ല. മൈൻഡ് കാണാൻ പറ്റാത്ത ഒന്ന്, ദൈവത്തിനെ പറ്റിയിട്ട് ആരും ദൈവത്തിനെ കണ്ടിട്ടില്ല. ചിലർ ശിവൻ പറയുന്നു, ചിലർ ക്രൈസ്റ്റ് പറയുന്നു, ചിലർ പല മതത്തിലുള്ള ആൾക്കാർ ദൈവത്തെ പറ്റി പറയുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല എന്നതുപോലെയാണ് മൈൻഡിൻ്റെ കാര്യവും. അപ്പം മെൻ്റൽ വെൽനെസ് എന്നുള്ളത് സഞ്ജീവനിയുടെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് മെൻ്റൽ വെൽനെസ്സിന് ഉപകരണങ്ങളുണ്ട്, മെൻ്റൽ വെൽനെസ്സിന് സൈക്കോളജിസ്റ്റുണ്ട്, മെൻ്റൽ വെൽനെസ്സിന് കൗൺസിലിംഗ് ഉണ്ട്. അതിനുവേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ആൾക്കാരെ ആരെയും സ്വീകരിക്കില്ല. ഞങ്ങളുടെ അടുത്ത് വരുന്നതായ കസ്റ്റമേഴ്സ് ആരായാലും അവൻ്റെ മെൻ്റൽ വെൽബീയിങ് പെർഫെക്റ്റ് ആക്കി
ടോട്ടൽ ബോഡി ഓർഗൻസിൻ്റെ പ്രവർത്തനം മാക്സിമം ആക്കി കൊടുത്ത് അവൻ പോകുമ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി പോകണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങളാക്കി കൊടുത്തിട്ടുണ്ട് ഇതുവരെ. ഇപ്പോൾ ഡോക്ടർ പറയുന്നു ഈ 5 ഓർഗൻസിൻ്റെ ഒരു സംയോജിപ്പിച്ച ഒരു സംഭവമാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഈ മാനസിക രോഗം എന്ന് പറയുന്നത് ഈ അവയവങ്ങൾ പ്രവർത്തിക്കാതാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മാനസിക രോഗം എന്ന് പറയുന്നത് പാരമ്പര്യ രോഗമാണെന്ന്. അത് ശരിയല്ല. അപ്പോൾ ഞാനൊരു അനാട്ടമി ഇതിനെ കാര്യത്തെക്കുറിച്ച് കൊണ്ടൊരു ആർഗ്യുമെൻ്റ് ഞാൻ നടത്താൻ എനിക്ക് താല്പര്യമില്ല. പാരമ്പര്യ രോഗം എന്ന് പറഞ്ഞ രോഗം തന്നെ ലോകത്തിൽ ഈ ചില മേഖലകളിൽ പറയുന്നു എന്നതല്ലാതെ നമ്മുടെ ഒരാൾ സജ്ജമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യത്തിനെ പ്രവർത്തന സജ്ജമാക്കി കഴിഞ്ഞാൽ പാരമ്പര്യ രോഗം എന്ന് പറയുന്നത് തുലവും വളരെ കുറവായിരിക്കും. നമ്മുടെ രാജ്യത്ത് പാരമ്പര്യ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് മരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലം രോഗങ്ങൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. രോഗങ്ങൾ കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അവസാനം ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാർ കൊടുക്കുന്നതായ ഒരു പേരാണ് പാരമ്പര്യ രോഗം എന്നത്. ഇപ്പോൾ അച്ഛൻ പോലീസാണെന്നുണ്ടെങ്കിൽ മകൻ പോലീസാവണമെന്ന് യാതൊരു അങ്ങനത്തെ പാരമ്പര്യമൊന്നും ലോകത്തിലില്ല. നമ്മൾ ഏതൊരു വ്യക്തിയെയും എങ്ങനെയാണോ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുന്നത് ആ പരിപോഷണത്തിൻ്റെ രീതിക്കനുസരിച്ച് അവനാകാൻ പറ്റും. അച്ഛൻ IAS കാരനാണെന്നുണ്ടെങ്കിൽ മകൻ IAS കാരനാകാൻ പറ്റും, എങ്ങനെയാണെങ്കിൽ മകനെ പഠിപ്പിച്ചെടുത്താൽ. അല്ലാണ്ട് അച്ഛൻ IAS കാരനായതുകൊണ്ട് IAS കാരൻ്റെ മക്കളൊക്കെ IAS കാരനാകണമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല അവിടെ. അത് പാരമ്പര്യ രോഗം എന്ന് പറഞ്ഞ ഒരു രോഗമില്ല. രോഗം എന്നുള്ളത് രോഗാണുക്കൾ മൂലമാണ്. എന്നാൽ ഒരു ശതമാനം വരെ ജനിതക ഘടകത്തിൻ്റെ മാറ്റങ്ങളെ കൊണ്ടും ജനിതക ഘടനത്തിൻ്റെതായ വ്യത്യാസം കൊണ്ടും വന്നു എന്ന് വരാം. അതിലൊരു തർക്ക വിഷയമാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ തന്നെ മരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ആവശ്യമില്ലാതെ മരുന്ന് കഴിച്ചാണ് ഒരു വലിയ തലമുറ രോഗത്തിലേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആവശ്യമില്ലാതെ അല്ലല്ലോ നമ്മൾ മരുന്ന് കഴിക്കുന്നത്. നമ്മൾ മരുന്നിനെ അവിടെ പറയുമ്പോൾ എനിക്കൊരു തർക്കമുണ്ട് അവിടെ. അതായത് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഉദാഹരണമായിട്ട് പറയാം. ഇത് ആരെയും വേദനിപ്പിക്കാൻ, ആരുടെ ശത്രുതയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. നിമിസുലേഡ് എന്ന് പറഞ്ഞ മരുന്ന് കഴിഞ്ഞ 30 വർഷമായി ഭാരതത്തിൽ വളരെയധികം വിറ്റുവരുന്ന ഒരു പെയിൻ കില്ലറാണത്. നിമിസുലേഡ് പെയിൻ കില്ലർ കഴിച്ചിരിക്കുന്നതായ ആൾക്കാർക്ക് 30 വർഷമായിട്ട് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുവാനായിട്ട് പ്രധാനപ്പെട്ട കാരണമാണെന്ന് പലതരം ശാസ്ത്രശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. നിമിസുലേഡ് എന്ന് പറഞ്ഞ മരുന്നുകൾ മിക്കവാറും ഉള്ള രാജ്യങ്ങളിൽ പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ്. ഇന്ത്യയിലും അത് നല്ലൊരു ശതമാനം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രൊഹിബിറ്റ് ചെയ്ത അനേകം മരുന്നുകൾ വിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഹിബിറ്റ് ചെയ്തായ മരുന്നുകൾ മാത്രയുമല്ല, നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നുകൊണ്ട് ആര് പോയിട്ടും എന്ത് മരുന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കായി. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ മരുന്നുകളുടെയും ഏത് മരുന്നുകൾക്കും പ്രവർത്തനത്തിനോടൊപ്പം അതിൻ്റെ ഇഫക്റ്റിനോടൊപ്പം ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ആ സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കപ്പെടാനുള്ളതായ ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുമുണ്ട്. പക്ഷെ അതില്ലാത്ത രാജ്യമാണ് നമ്മുടെ. എന്തിനും എന്ത് മരുന്ന് മേടിച്ച് കഴിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയി. ഏത് ആശുപത്രി ചെന്നാലും ഏതൊരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നാലും ഇന്നൊരു 10,000-3,000 രൂപ മരുന്ന് വെറുതെ ഇരിപ്പുണ്ടാവും. കാരണം അത് ഉപയോഗമില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. പക്ഷെ മേടിച്ചപ്പോൾ ഉപയോഗമില്ല എന്ന് അറിയില്ലായിരുന്നു. അപ്പം അതുമൂലമുള്ളതായ മാനസിക സമ്മർദ്ദം നമുക്ക് നല്ലോണമുണ്ട്. ഇതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾക്ക് എന്ത് വേണം? നമ്മൾക്ക് ഒരു ആരോഗ്യമുള്ള ശരീരം കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ 100% ഒരു വെൽനസ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് 2 വർഷത്തിലൊരിക്കലെങ്കിലും ആവശ്യമാണ്. അപ്പോൾ ഈ വെൽനസ് ട്രീറ്റ്മെൻറ്റ്, ഈ ആയുർവേദ മസാജുകൾക്ക് ആളുകൾ പോകുന്നത് എല്ലാ വർഷവും കർക്കിടകത്തിൽ പോയി തിരുമുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വെൽനസ് അപ്രോച്ചും ഈ ആയുർവേദിക് അപ്രോച്ചും അല്ലെങ്കിൽ വെൽനസ് ക്ലിനിക്കും ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വെൽനസ് ക്ലിനിക്, ആയുർവേദം എന്ന് പറയുന്നതായ ഒരു ചികിത്സാ സമ്പ്രദായം ഭാരതത്തിൻ്റെ ഒരു ട്രഡീഷനാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഭാരതത്തിൻ്റെ സ്വന്തമല്ല ആയുർവേദം എന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദിക് മരുന്നുകളുടെ ആയുർവേദ മരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹെർബുകളുടെ നല്ലൊരു ശതമാനം ഭാരതത്തിൽ ലഭ്യമേ അല്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് പോലും അത്. അപ്പം നമ്മുടെ സ്വന്തമല്ലല്ലോ അത്. ആയുർവേദ സെൻ്ററുകളും പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ചികിത്സാ സംവിധാനങ്ങളാണ്. ഈ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന ചികിത്സാ സംവിധാനങ്ങളിൽ വലിയൊരു പ്രധാനമാണ് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായ ബോഡി മസാജ്. ഈ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ബോഡി മസാജ് മാത്രമാണ് ഞങ്ങളുടെ സെൻറ്റർ ചെയ്യുന്നുള്ളൂ. ഒരു ആയുർവേദ മരുന്നുകൾ ഞങ്ങൾ കൊടുക്കുന്നില്ല. മരുന്നുകൾ എന്നും രോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ. ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ളതായ ആയുർവേദിക് മസാജ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഹെർബൽ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ളതായ ബോഡി മസാജാണ്. അപ്പോൾ നമ്മുടെ മെസോ ലെയറിൽ നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ മെസോ ലെയറിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവും. എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കുന്ന തെറാപ്പികൾ എന്താണെങ്കിലും എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്ത് കൊടുത്താലും മെസോ ലെയർ വരെയാണ് നമുക്കൊരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നുള്ളൂ. ആ സ്റ്റിമുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത എക്യുപ്മെൻറ്റുകളും അടുത്ത തെറാപ്പികളും കൊടുത്ത് ഇൻറ്റേർണൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുമ്പോൾ കംഫർട്ട് ലെവൽ ഇൻക്രീസ് ചെയ്യും.
അപ്പം ഈ തിരുമുക, അതായത് ഈ മുഴുവൻ ശരീരം ഉടച്ച് പിന്നെ ചേർക്കാന്നൊക്കെ ആയുർവേദത്തിൽ പറയുമല്ലോ. അപ്പം നിങ്ങളുടെ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാക്ക് പെയിനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവിടെ വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സയുടെ പ്രൊസീജിയർ എങ്ങനെയാണ്? സഞ്ജീവനി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു 7 സെഗ്മെന്റ് ഓഫ് സൊല്യൂഷനാണ്. ഈ 7 സെഗ്മെന്റ് ഓഫ് സൊല്യൂഷൻസിൽ വരുന്നതാണ് ആയുർ തെറാപ്പി, സ്പോർട്സ് മെഡിസിൻ. ഈ സ്പോർട്സ് മെഡിസിൻ ഞാനിപ്പോൾ ലോ ബാക്ക് പെയിൻ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. സ്പോർട്സ് മെഡിസിൻ്റെ ഒരു ഉപവിഭാഗത്തിൽ വരുന്നതാണ് ബയോമെക്കാനിക്സ് എന്ന് പറയുന്നത്. ഈ ബയോമെക്കാനിക്സ് ഗേറ്റ് ലാബിലാണ് നമ്മൾ ഒരാളുടെ പോസ്ചർ അനലൈസ് ചെയ്യുന്നത്. ഈ പോസ്ചർ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ 365 ഡിഗ്രിയിലായിരിക്കും ഒരു ഗേറ്റ് ലാബിലെ ക്യാമറാസ് എല്ലാം ഉണ്ടാകുക. ഈ ക്യാമറാസ് എല്ലാം ഓരോ മസിൽസിനെ ആയിരിക്കും ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. അപ്പം ഇതിൻ്റെ ആ ഒരു അനലൈസിങ് പ്രൊസീജിയേഴ്സിൽ കൂടി കടന്നു പോകുമ്പോൾ അവരുടെ ഏത് പർട്ടിക്കുലർ പോർഷനിലെ മസിൽസാണ് വീക്കായിട്ടുള്ളത്, അവരുടെ ഗേറ്റിൽ എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ആണോ ഉള്ളത്, ഇതിനെയെല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. ഇതിനെയെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് ഹൈ പെർഫോമൻസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി അവിടെയുണ്ട്. അവിടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ചെയ്യുന്നത്, ഇതെല്ലാം സ്പോർട്സ് മെഡിസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അതേപോലെ ലോ ബാക്ക് പെയിന് ചെയ്യുന്നതാണ്. നമ്മൾ ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. അപ്പം ഈ ലോ ബാക്ക് പെയിനിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒബീസിറ്റി വലിയൊരു റീസണാണ്. ഒബീസിറ്റി ഉണ്ടാകുമ്പോൾ നമ്മുടെ പോസ്ചറിൽ കറക്ഷൻസ് വരുമല്ലോ. അതായത് പോസ്ചർ ഇംബാലൻസ്, നമുക്ക് അബ്ഡോമൻ വന്നിട്ട് നല്ല ഫാറ്റി അബ്ഡോമൻ ആണെങ്കിൽ പോലും നമ്മുടെ ബാക്കിലുള്ള മസിൽസിനും അതിന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ഇതിനെയെല്ലാം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ലോ ബാക്ക് പെയിൻ എന്നുള്ള കേസിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് പ്രിപ്പയർ ചെയ്ത് വരുന്നത്. ഡോക്ടർ ഇപ്പം പറഞ്ഞപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സ്പോർട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു അത്രയും വലിയ സ്പോർട്സിന് ആളുകൾ വരുന്ന അങ്ങനത്തെ ഒരു നാടാണോ നമ്മൾ? അത്രയധികം ആളുകൾ വരുന്നുണ്ടോ ട്രീറ്റ്മെൻറ്റിന്? ഇല്ല, ഞങ്ങൾ സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഞങ്ങൾ ആദ്യം സ്പോർട്സിനെ മാത്രം ലക്ഷ്യം വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ സ്പോർട്സ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പോർട്സ് കൈകാര്യം ചെയ്യുന്നവർ അതിനെ കൊമേഴ്സായിട്ടും സ്പോർട്സിലേക്ക് വരുന്നവൻ ഒരു ജോലി സാധ്യതയും കണക്കാക്കിയിട്ടാണ് വരുന്നത്. ഇത് രണ്ടുമുള്ള സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് വളരെ പതുക്കെയായി പോകും. വളരെ മുന്നിലേക്ക് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ സ്പോർട്സ് എന്നുള്ളത് ഒരു എഞ്ചിനീയറിംഗ് ആണെന്ന് മനസ്സിലാക്കണം. സ്പോർട്സ് ഈസ് എൻ എഞ്ചിനീയറിംഗ്, സ്പോർട്സ് ഈസ് എ ബിസിനസ്, സ്പോർട്സ് ഈസ് എ സയൻസ് ആൻഡ് സ്പോർട്സ് ഈസ് ഓൾസോ എ കൊമേഴ്സ്. ഈ കൺസെപ്റ്റിലേക്കല്ല സ്പോർട്സ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യണത്. ഇവിടെ സ്പോർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കായിക മേഖല എന്നതല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല. ഇവിടെ സ്പോർട്സിന്റെ ഇപ്പം നമ്മുടെ നാട്ടിൽ കളിയിൽ പരാജയപ്പെട്ടവര് കളിക്കേണ്ടവരെ പരിശീലിപ്പിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്. കളിയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളെ വിളിച്ചുകൊണ്ട് ഉടനെ കോച്ചിങ് ആക്കുക എന്നുള്ളതാണ്. ആ നാടാണ് നമ്മുടെ. അപ്പോൾ ആ നാട്ടിൽ നമ്മൾ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. കളിയിൽ പരാജയപ്പെട്ട് റിട്ടയർ ചെയ്യാന്നുള്ളതാണ്. കോച്ചിങ് കൊടുക്കുന്നതായ ആൾ സ്പോർട്സ് കോച്ചസ് ആയിരിക്കണം. അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ച ആൾക്കാർ സ്പോർട്സിനെ കോച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യില്ല, അവർ മാത്രമേ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിന് സ്പോർട്സ് സയൻസിൻ്റെതായ ഒരു കുറവാണ് ഇവിടെ കാണുന്നത്. ആ സ്പോർട്സ് സയൻസ് നമ്മൾ കൺവിൻസ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സിലുള്ളതായ ആളുകൾ എങ്ങനെയാണോ ആരോഗ്യത്തിനെ നിലനിർത്തേണ്ടത്, അത് സമൂഹത്തിലുള്ള എല്ലാവരുടെയും ആരോഗ്യത്തിനെ അങ്ങനെ നിലനിർത്തണം എന്ന് കണക്കാക്കി കൊണ്ടാണ് ഞങ്ങൾ അതിനെ വെൽനസ് കൺവേർട്ട് ആക്കിയത്. ഈ വെൽനസ് എന്ന് പറഞ്ഞ സംഗതിയിലോട് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജനതയാണ്. ആ ആരോഗ്യമുള്ള ജനത കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ പരിപൂർണമായിട്ട് പ്രവർത്തന സജ്ജമായിരിക്കണം. ഇന്ന് ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്നാണ് ലീവ് എടുക്കാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. എനിക്ക് ലീവ് എടുക്കുന്ന ദിവസവും ശമ്പളം കിട്ടുന്ന ദിവസവും മാത്രം നോക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ജോലിയെടുത്ത് രാജ്യത്തിനെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനത ഉണ്ടാവണം. അതിൽ അഭിമാനം കൊള്ളുന്ന ജനത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് പോകുമ്പോൾ 2 കിലോ സ്ട്രെസ്സായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ 10 കിലോ സ്ട്രെസ്സായിട്ടാണ് പോണത്. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, അതൊരു സ്ട്രെസ്സായിട്ട് മാറുന്നു. ഒരു വ്യക്തി കുറേ നാൾ ടെൻഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ അത് പിന്നീട് സ്ട്രെസ്സായിട്ട് മാറും. സ്ട്രെസ്സ് കുറേ നാൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഡിസീസായിട്ട് മാറും. ഡിസീസ് ആകുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകും. നമ്മൾ സ്ട്രെസ്സും ടെൻഷനും കൈകാര്യം ചെയ്യും. ഈ സ്ട്രെസ്സും ടെൻഷനും എല്ലാവർക്കും കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന് നമുക്ക് ആരോഗ്യമുള്ള ശരീരം വേണം. ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലാണ് സ്ട്രെസ്സും വിഷയമല്ല, ടെൻഷനും വിഷയമല്ല. ഇത് ആരോഗ്യമില്ലാത്ത ശരീരമാകുമ്പോൾ സ്ട്രെസ്സും ടെൻഷനും കൺവേർട്ട് ഇൻ ടു ഡിസീസ്. ഈ സമൂഹത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഇതിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് സഞ്ജീവനിയുടെ പ്രഥമ ലക്ഷ്യം. അതിനൊരു സമൂഹത്തിനെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന് പറയുമ്പോൾ ഏത് ഏജ് തൊട്ടുള്ള ആളുകളാണ് അവിടെ സഞ്ജീവനിയിൽ വരാൻ സാധിക്കുക? ഈ വെൽനസ് എന്ന് പറയുന്നത് ഏതൊരു ഏജിൽ തുടങ്ങണം ഡോക്ടർ? ഒരു വ്യക്തി അവൻ സ്വന്തം ജോലി എന്ന് പ്രവേശിച്ചു തുടങ്ങുന്നു അന്നു മുതൽ അവൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ലൈഫ് എൻഡ് വരെയുള്ള ആൾക്കാർക്കാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്.
അവൻ എപ്പോഴാണ് ജോലി ചെയ്യാൻ തുടങ്ങുന്നത്, ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവന് സ്ട്രെസ്സും ടെൻഷനും സ്റ്റാർട്ട് ചെയ്യണത്. ആ സമയം തൊട്ടേ അവൻ്റെ വെൽനസ് വേണം. ഓക്കെ. ആ വെൽനസ് വൺസ് ഇൻ 2 ഇയേഴ്സ് ഈ അരമണിക്കൂർ വെച്ച് ഡെയിലി സേവ് ചെയ്യുമ്പോൾ വൺസ് ഇൻ 2 ഇയേഴ്സിൽ നമുക്ക് 15 ഡേയ്സ് കിട്ടും. എവറി 2 ഇയറിൽ നമ്മുടെ ബോഡിയുടെ വെൽനസ് ആസ്പെക്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഈ വെൽനസ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ജോലി ചെയ്ത് തുടങ്ങുന്നു. ഒരാൾ ജോലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലൊരു രീതി വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് ഇപ്പം കുറച്ച് മാറി വരുന്നുണ്ടെങ്കിലും കല്യാണം കഴിക്കുക, ജോലി സെറ്റിലായി കഴിഞ്ഞാൽ അതാണ് അടുത്ത സ്റ്റേജ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വെൽനസ് എങ്ങനെയാണ് ഈ കല്യാണം കഴിക്കുന്നൊരു സ്റ്റേജ് ആവുന്ന സമയത്ത് അതിനുശേഷം അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, അതിന് ഞങ്ങളുടെ ഉള്ള ഒരു വെൽനസ് പാക്കേജാണ് പ്രീ മാരിറ്റൽ വെൽനസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പാക്കേജ് അവൈലബിൾ ആണ്. അപ്പം ഒരു വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമുക്ക് മാനസികവും ആരോഗ്യപരമായിട്ടുള്ളൊരു സുഖം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകങ്ങളാണ് അല്ലേ. അപ്പം നല്ല മാനസിക ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു ദാമ്പത്യം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം രണ്ട് വ്യക്തികളുടെയും, അതായത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രണ്ട് പേരുടെയും മാനസിക ആരോഗ്യം ഒരു കുടുംബജീവിതത്തിലേക്ക് പോകും വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. അപ്പം ആ ഒരു മാനസിക ആരോഗ്യം മോശമാണ് എന്നുണ്ടെങ്കിൽ അത് പലതരം അസുഖങ്ങളിലേക്ക് നയിച്ചു എന്ന് വരാം. അപ്പം നല്ലൊരു മാനസിക ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുകയും അവർക്ക് ഇപ്പോൾ കറൻ്റ്ലി അവർക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതിനെയെല്ലാം വെൽനസിൻ്റെ ഒരു പ്രോട്ടോക്കോളിലൂടെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ട് അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതമാണ് വെൽനസ്സിലൂടെ ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നത്. ഡോക്ടർ, ഇതിപ്പം പ്രീ മാരിറ്റൽ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്ന് പോസ്റ്റ് പാർട്ടമാണ്. അതായത് ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും പോസ്റ്റ് പാർട്ടത്തിലൂടെ കടന്നു പോകുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. പലരും പലരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ മകൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ആഗ്രഹിച്ചു തന്നെയാണ് കുട്ടി ഉണ്ടായത്. അങ്ങനത്തെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ് ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പോസ്റ്റ് പാർട്ടം എങ്ങനെയാണ്? പോസ്റ്റ് പാർട്ടം ഞങ്ങൾ മെയിൻലി ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മയും അതിനൊപ്പം ജനിക്കുകയാണല്ലോ. അപ്പം പോസ്റ്റ് പാർട്ടം വെൽനസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജാണ് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പോസ്റ്റ് പാർട്ടം വെൽനസ്സിൽ ആ നവജാത ശിശുവിന് അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് അമ്മയ്ക്ക് നമ്മൾ നൽകേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചില സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷം അവർക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസ് ചിലരിൽ ഡെവലപ്പ് ആകുന്നു. അപ്പം അതുപോലെ അവർ കഴിക്കുന്ന ആഹാരമായിക്കൊള്ളട്ടെ, അവരുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും. ഇതെല്ലാം അവരുടെ മാനസികാവസ്ഥയും പിന്നെ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ്, ഇതെല്ലാം ഒരു ഡെലിവറി കഴിഞ്ഞൊരു സ്ത്രീക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് അവരുടെ വയറ്റിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക്. ഈ സ്ട്രെച്ച് മാർക്ക്, അതേപോലെ അബ്ഡോമൻ വന്നിട്ട് ഒരുപാട് ഹാങ് ആയിട്ടിരിക്കുക, ഇതെല്ലാം ഓരോ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് പാർട്ടം വെൽനസ്സിൽ കൂടെ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ തെറാപ്പി കഴിഞ്ഞാൽ, ഇപ്പോൾ ആയുർവേദത്തിൽ പ്രസവരക്ഷ ചെയ്ത് കഴിഞ്ഞൊരു സ്ത്രീകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഞ്ജീവനിയുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് ഇപ്പോൾ എനിക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്, പ്രസവം കഴിഞ്ഞ ഒരാളെടുത്ത് നമ്മൾ പോയിട്ട് സംസാരിക്കണമെങ്കിൽ അവർ പറയും, അയ്യോ എനിക്ക് നടുവേദനയുണ്ട്, അയ്യോ നടുവേദന അത് പ്രസവം കഴിഞ്ഞതല്ലേ, ഓഫ്കോഴ്സ് നിങ്ങൾക്ക് നടുവേദന ഉണ്ടാകും എന്നെല്ലാവരും കോമൺലി പറയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആ നടുവേദന എങ്ങനെ ഡെവലപ്പ് ആകുന്നു ഒരു സ്ത്രീക്ക്, ആ ഒരു ചോദ്യത്തിന് നമുക്ക് ആർക്കും ഒരിക്കലും ഉത്തരം കിട്ടിയിട്ടില്ല. പ്രസവം കഴിഞ്ഞെങ്കിൽ അഫ്കോഴ്സ് നടുവേദനയുണ്ട്, പക്ഷെ പ്രസവരക്ഷയൊക്കെ ചെയ്തതാണ് എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജീവിനിയുടെ പോസ്റ്റ് പാർട്ടം വെൽനസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു ഘടകമാണ് സ്ത്രീകളിൽ ഈ നടുവേദന എന്ന് പറയുന്നൊരു പ്രോബ്ലം എങ്ങനെ നമുക്ക് അതിനെ ഫോക്കസ് ചെയ്ത് അതിനി അവർക്ക് വരാതിരിക്കാൻ എന്ത് കാര്യം ചെയ്യാം. അതിന് ഞങ്ങളിപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്പോർട്സ് മെഡിസിനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോമെക്കാനിക്സ് ലാബ്, ഗേറ്റ് ലാബ് എന്ന് പറയും. അപ്പോൾ ഈ പ്രസവത്തിന് ശേഷം നമ്മുടെ ഈ ബാക്ക് മസിൽസ് ഒക്കെ വീക്കായിരിക്കും. ഈ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അല്ലേ. ഡ്യൂറിങ് ഡെലിവറി സമയം അത് സിസേറിയൻ ആയിക്കൊള്ളട്ടെ നോർമൽ ഡെലിവറി ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഈ ബാക്ക് മസിൽസിൻ്റെ വീക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രസവകാലം എന്ന് പറയുന്നത് ഒരു 9 മന്താണ്, ഒരു ജസ്റ്റേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഈ 9 മന്ത് നമ്മളുടെ പോസ്ചറിൽ ഒരുപാട് ചേഞ്ചസ് വരും. അപ്പം ഈ ചേഞ്ചസിനെ നമ്മൾ ആ ലോ ബാക്ക് മസിൽസിനെ കറക്റ്റ് ചെയ്യുകയും നമ്മളെ ആ കോർ മസിൽ, അതായത് നമ്മുടെ ബാക്കിലെ കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അത് നമ്മുടെ ഒരു പോസ്റ്റ് പാർട്ടം വെൽനസിൻ്റെ മെയിൻ പാർട്ടിലൊന്നാണ്. ലോകത്തിൽ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസിയും ഹൈ ഇൻറ്റൻസിറ്റി ഫ്രീക്വൻസിയും ഉപയോഗിച്ചിട്ട്
തൊട്ട് പ്രവർത്തിക്കുന്ന ഇക്വിപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക്, നമ്മുടെ അബ്ഡോമിനലിൽ വരുന്ന അബ്ഡോമൻ കുറച്ച് ഹാങ് ആയി കിടക്കുമല്ലോ ഡെലിവറിക്ക് ശേഷം, അപ്പോൾ അതിനെ നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അബ്ഡോമിനൽ ബാൻഡേജിങ് ചെയ്യും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അതിനെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇക്വിപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ പോസ്റ്റ് പാർട്ടം വെൽനസ്സിൽ കൂടെ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഈ സ്ട്രെച്ച് മാർക്സ് പറഞ്ഞല്ലോ, അതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ബെല്ലിയൊക്കെ, അത് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ മാത്രമാണോ പറ്റുള്ളൂ, അത് വർഷങ്ങൾക്ക് ശേഷം സാധിക്കും? വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞാലും നമുക്കത് മാറ്റിയെടുക്കാം. അപ്പോൾ അത് എത്ര നാളത്തെ ഒരു പ്രൊസീജിയറാണ്? ഓരോ വ്യക്തികളിലും അവരുടെ അബ്ഡോമിനിൽ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കും അവരുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇതാകുന്നതും ഒക്കെ ഡിഫറെൻറ്റ് ഇതിലായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് ടൈം ഓഫ് ഡ്യൂറേഷൻ ആയിരിക്കും ഓരോ ട്രീറ്റ്മെൻറ്റിനും വേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ നേരത്തെ പ്രീ മാരിറ്റൽ വെൽനെസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ മാനസികമായിട്ടുള്ള അവരുടെ ഒരു സ്ട്രെങ്തനിങ് മാത്രമാണോ, അതോ വേറെ എന്തെങ്കിലുമൊക്കെ? മാനസിക മാത്രമല്ല, നമ്മുടെ ജനറ്റിക് ഓർഗൻസ് ഒക്കെ സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത് പെൽവിക് ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന ഒരു മസിലാണ് പെൽവിക് കോർ മസിൽസ് എന്ന് നമ്മൾ പറയും. ഈ പെൽവിക് കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതും വളരെ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ? നമുക്ക് ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങളൊന്നും ഭാവിയിൽ ഉണ്ടാകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിവെൻഷനാണ് നമ്മൾ ഈ പെൽവിക് കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ചിലർക്ക് ലിബിഡോ സെക്ഷലി ഇത് കുറവായിരിക്കും. അപ്പോൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഈ പെൽവിക് കോർ മസിൽസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ സെക്ഷലി ഡിസ്ഫങ്ഷനുള്ള ആൾക്കാർക്ക് അതിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഈ മസിൽസിനെ പെൽവിക് കോർ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ ഇപ്പം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്ന കേസസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കേസുകൾ, ഇപ്പം ലിബിഡോ കുറവായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെല്ലാം വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അത് ശരിക്കും പ്രീ മാരിറ്റൽ എന്നല്ല, ഇൻ ജനറൽ ഒരു യൂത്തിന് വേണ്ടി ഉള്ളൊരു കാര്യം. ഒരു ഏജ് ഉണ്ടോ അതിന്? ഏജ് ഇല്ല. അതായത് ഇപ്പോൾ പ്രീ മാരിറ്റൽ വെൽനെസ്സിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിലും ഈ പെൽവിക് കോർ മസിൽസിന്റെ സ്ട്രെങ്തനിങ് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ പ്രോസ്റ്റേറ്റ്, പുരുഷന്മാരിൽ കുറച്ച് പ്രായമാകുമ്പോൾ കണ്ടുവരുന്ന ഒരു രോഗമാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിനുമൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് പ്രായമായ ആൾക്കാരിൽ യൂറിൻ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ഇൻ കേസ് ഇനി എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കേസിൽ, അല്ലെങ്കിൽ കുറച്ച് പ്രായമാകുമ്പോൾ അവരുടെ ഒരു യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനുള്ള ഒരു കപ്പാസിറ്റി വന്നിട്ട് കുറയും. ആ കപ്പാസിറ്റീനെ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഈ ഇക്വിപ്മെൻറ്റ് വളരെ ഹെൽപ്ഫുൾ.